നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന 22ാം ഗഡു എപ്പോൾ ലഭിക്കും? ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ആനുകൂല്യം ലഭിക്കുമോ? ഈ വീഡിയോ മുഴുവനായും നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള നിയമങ്ങൾ, പുതിയ KYC നടപടികൾ, ഗഡു സ്റ്റാറ്റസ് പരിശോധിക്കൽ എന്നിവയെക്കുറിച്ച് മുഴുവനായി നോക്കാം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കർഷകനാണോ? പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നത് ചെറുകിട കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഒരു വർഷം 6000 രൂപ നേരിട്ട് 3 തുല്യ ഗഡുക്കളായി നൽകുന്നു. കർഷക വരുമാനം വർദ്ധിപ്പിക്കലും കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കുള്ള സഹായവുമായിട്ടാണ് ഇത് ലക്ഷ്യമിടുന്നത്. പദ്ധതി ആദ്യമായി ആരംഭിച്ചത് 2019-ലാണ്. ഇപ്പോൾ ഒത്തിരി പേരുടെ സംശയമാണ്, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ആനുകൂല്യം ലഭിക്കുമോ? നിയമം വ്യക്തമാക്കുന്നത് ഒരു കുടുംബത്തിന് ഒരു ആനുകൂല്യം മാത്രം. ഭർത്താവും ഭാര്യയും കർഷകരാണെങ്കിലും രണ്ടുപേരും 6000 വീതം 3 ഇൻസ്റ്റാൾമെന്റ് നേടാൻ സാധിക്കില്ല. ഭൂമി ഇരുവരുടെയും പേരിലായാലും 2 ഗഡു എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായി പണം ലഭിച്ചാൽ സർക്കാർ പണം തിരിച്ചു പിടിക്കും. 22ാം ഗഡുവിനായി സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പാക്കി. KYC നിർബന്ധം, പൂർത്തിയാക്കാതെ പണം ലഭിക്കില്ല. ഫാർമർ ID സജീവമായിരിക്കണം. ആധാർ, ബാങ്ക് ലിങ്കിങ് ശരിയായിരിക്കണം. CSC സെന്റർ അല്ലെങ്കിൽ pmkisan.gov.in വഴി KYC പൂർത്തിയാക്കാം. ഇതിനെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാമെന്ന് പറഞ്ഞു തരാം. pmkisan.gov.in KYC കയറി അല്ലെങ്കിൽ അപ്ഡേറ്റ് KYC എന്ന് നൽകുക. ആധാർ നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ് നൽകുക. OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. കൃത്യമായി ചെക്ക് ചെയ്യുക. ഇവ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി നമ്മളുടെ KYC അപ്ഡേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാവുന്നത് എങ്ങനെ ഗഡു സ്റ്റാറ്റസ് പരിശോധിക്കാം. pmkisan.gov.in സന്ദർശിക്കുക. യുവർ സ്റ്റാറ്റസ്, നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ നൽകുക. ഓർമ്മയില്ലെങ്കിൽ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച കോഡ് നൽകുക. ഗെറ്റ് ഡീറ്റെയിൽസ് വിശദാംശങ്ങൾ നേടുക. നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റാറ്റസ് കാണാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് 22ാം ഗഡുവിനായാണ്. ഗവൺമെന്റ് ഫെബ്രുവരി 2026 അവസാനം ഗഡു നൽകാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. 22ാം ഗഡു നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ KYC, ഫാർമർ ID, ബാങ്ക്, ആധാർ ലിങ്കിങ് പൂർത്തിയാക്കുക. ഒറ്റ കുടുംബത്തിന് ഒരു ആനുകൂല്യം മാത്രമാണ് ലഭിക്കുക. pmkisan.gov.in വഴി സ്റ്റാറ്റസ് ഉറപ്പാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റിൽ എഴുതാൻ മറക്കരുത്. നന്ദി.